ഇറാഖ് കുവൈറ്റ് അതിർത്തിയിലെ സംഘർഷങ്ങളോ രാജ്യത്തെങ്ങും കത്തിപ്പടരുന്ന ദാരിദ്ര്യമോ ഒന്നും ബാധിക്കാത്ത ഒരു കൂട്ടർ ഇറാഖിലുണ്ടായിരുന്നു. സദ്ദാം ഹുസൈന്റെ കുടുംബാംഗങ്ങളാണ് അവർ. അവർ വില കൂടിയ ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്തു. രാജ്യത്തെ സുഖവാസ കേന്ദ്രങ്ങളിൽ പണിതിട്ടുള്ള കൊട്ടാരങ്ങളിലേക്ക് ഉല്ലാസയാത്രകൾ നടത്തി. യുദ്ധം അവർക്ക് പലപ്പോഴും കൂടുതൽ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഉപായമായിരുന്നു. പക്ഷേ ആ കുടുംബാംഗങ്ങൾ പരസ്പരം സംശയിച്ചാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഭയം ഒഴിഞ്ഞുപോയില്ല. അധികാരത്തിന്റെ സുഖശീതളിമയിൽ കഴിയുമ്പോഴും തിക്രിത് ഗ്യാങ് എന്നറിയപ്പെടുന്ന ആ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം കുടിപ്പക വെച്ചു പുലർത്തി. സദ്ദാം കഴിഞ്ഞാൽ കുടുംബത്തിലെ പ്രധാനി ആരായിരിക്കണമെന്ന കാര്യത്തെ ചൊല്ലി മത്സരിച്ചു. ഓരോരുത്തരും അവർക്കിണങ്ങുന്ന ആളുകളെ കണ്ടെത്തി ചെറു ഗ്രൂപ്പുകളുണ്ടാക്കി. അതിനിടയിലാണ് സദ്ദാമിന്റെ ആദ്യ ഭാര്യ സാജിദയുടെ സഹോദരൻ അദ്നാൻ ഖൈറള്ളയുടെ ആകസ്മികമായ മരണം. കുവൈറ്റ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു അത്. അതൊരു സാധാരണ മരണമായിരുന്നില്ല. സംശയകരമായ സാഹചര്യത്തിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ അപകടം. നടന്നത് അപകടമായിരുന്നോ ആസൂത്രിതമായ കൊലപാതകമായിരുന്നോ എന്ന കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചു. അദ്നാൻ ഖൈറള്ള സദ്ദാം ഹുസൈനുമായി വലിയ അടുപ്പത്തിലായിരുന്നു. അദ്നാൻ സദ്ദാമിന് ഭാര്യ സഹോദരൻ മാത്രമല്ല, ബാല്യകാല സുഹൃത്തും കൂടിയാണ്. അമ്മാവൻ ഖൈറള്ള തൽഫയുടെ മകൻ. തിക്രിത്തിലും ബാഗ്ദാദിലും അവരൊരുമിച്ചാണ് വളർന്നത്. രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്ത് ബാത്ത് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തനമാരംഭിച്ചു. ഒരു കാലത്ത് സദ്ദാം ഹുസൈന്റെ സ്വപ്നമായിരുന്ന ബാഗ്ദാദ് മിലിറ്ററി കോളേജിലും സ്റ്റാഫ് കോളേജിലും ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലുമായി അദ്നാൻ ഖൈറള്ള പഠനം പൂർത്തിയാക്കി. ബാത്ത് പാർട്ടി ഇറാഖിന്റെ അധികാരം പിടിച്ചെടുത്ത സന്ദർഭത്തിൽ അദ്നാൻ ഖൈറള്ള പല പദവികളും വഹിച്ചു. 1977 ഇറാഖിന്റെ പ്രതിരോധ മന്ത്രിയായി. 1979 സദ്ദാം പ്രസിഡന്റ് പദവി ഏറ്റെടുത്തപ്പോൾ അദ്നാൻ ഖൈറള്ളയെ ഇറാഖിന്റെ ഉപപ്രധാനമന്ത്രിയാക്കി. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അദ്നാനായിരുന്നു ഇറാഖിന്റെ പ്രതിരോധ കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ചത്. പക്ഷേ കുറച്ചുകാലമായി സദ്ദാം ഹുസൈനും അദ്നാൻ ഖൈറള്ളയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല. അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തുവന്നു. സദ്ദാമിന്റെ മകൻ ഉദൈൻ ഹുസൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോടെയാണ് അത് പ്രകടമായത്. കുറച്ചുകാലമായി ഉദൈ ഹുസൈൻ സദ്ദാമിനൊരു തലവേദനയാണ്. ഒടുവിൽ സദ്ദാമിന്റെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോടെ കാര്യങ്ങൾ അതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചു. തുടർന്ന് സദ്ദാമിന്റെ സ്വകാര്യ സേവകൻ കമാൽ ഹാനയെ ഉദൈ ഹുസൈൻ കൊലപ്പെടുത്തി. അയാൾ ജയിലിലുമായി. അന്ന് സദ്ദാം ഉദൈ ഹുസൈനെ കൊന്നുകളയാൻ ആലോചിച്ചതാണ്. ഉദൈ ഹുസൈന്റെ അമ്മ സാജിദയും മറ്റു ബന്ധുക്കളും ചേർന്നാണ് അതിൽ നിന്ന് സദ്ദാമിനെ തടഞ്ഞത്. എങ്കിലും ഈ പ്രശ്നം കുടുംബത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് കാരണമായി. സഹായത്തിനായി സാജിദ തൽഫ സഹോദരൻ അദ്നാനെ സമീപിച്ചു. എനിക്ക് വേണ്ടി കൂടിയാണ് മകൻ കമാൽ ഹാനയെ കൊലപ്പെടുത്തിയത്, സാജിദ സഹോദരനോട് പറഞ്ഞു. സദ്ദാമിന്റെ പുതിയ വിവാഹത്തിൽ അദ്നാൻ ഖൈറുള്ളയ്ക്കും അതൃപ്തിയുണ്ട്. സദ്ദാം മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി അദ്നാൻ ആ സർക്കാരിലെ രണ്ടാമനെന്നാണ് അറിയപ്പെടുന്നത്. സദ്ദാം ഹുസൈൻ കഴിഞ്ഞാൽ ആ സർക്കാരിലെ ഏറ്റവും ശക്തൻ. സാജിദയുടെ സഹായ അഭ്യർത്ഥനകൾക്ക് പിന്നാലെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും അദ്നാൻ പൊതുജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി. അതിനെ തുടർന്ന് ആർമിയിൽ എന്തൊക്കെയോ കലാപത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുവെന്ന അഭ്യൂഹം പ്രചരിച്ചു. ഒരു സൈനിക അട്ടിമറിയുടെ സാധ്യതയെക്കുറിച്ച് ജനങ്ങൾ അടക്കം പറഞ്ഞു തുടങ്ങി. അദ്നാനാണ് ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിലെന്നും സദ്ദാം ഹുസൈൻ അത് അമർച്ച ചെയ്ത് കഴിഞ്ഞുവെന്നും
പല സൈനിക ഉദ്യോഗസ്ഥരും അറസ്റ്റിലാണെന്നും അഭ്യൂഹങ്ങൾ പരന്നു. എന്തായാലും ആരും അതിനെക്കുറിച്ചൊന്നും ഔദ്യോഗികമായി പ്രതികരിച്ചില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സദ്ദാമിനും സാജിദയ്ക്കുമൊപ്പം അദ്നാൻ ബസ്രയ്ക്കടുത്തുള്ള ഒരു വിനോദ കേന്ദ്രത്തിൽ സമയം ചെലവഴിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വീണ്ടും അദ്നാൻ പഴയതുപോലെ പൊതുരംഗത്ത് പ്രത്യക്ഷനായി തുടങ്ങി. അങ്ങനെയിരിക്കുമ്പോഴാണ് അദ്നാൻ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത സദ്ദാം ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. കുർദിസ്ഥാനിലേക്ക് പോവുകയായിരുന്ന ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ തകരുകയായിരുന്നുവെന്നും ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2 ഹെലികോപ്റ്ററുകൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടുവെന്നും സദ്ദാം വിശദീകരിച്ചു. ജനറൽ അദ്നാൻ ഖൈറലയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ ബഹുമതികളോടും കൂടിയുള്ള അന്ത്യശുശ്രൂഷ നൽകുമെന്ന് ബാഗ്ദാദ് റേഡിയോ അറിയിച്ചു. ഒപ്പം അദ്നാനെപ്പറ്റിയുള്ള സദ്ദാമിന്റെ നല്ല വാക്കുകളും അവർ പ്രക്ഷേപണം ചെയ്തു. എന്നാൽ സാജിദ ഉൾപ്പെടെ പലരും അദ്നാന്റെ മരണം സദ്ദാം ഹുസൈൻ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്ന് സംശയിച്ചു. ആയിടെ മറ്റു ചില ഉന്നത സൈനികോദ്യോഗസ്ഥരും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നത് ഈ സംശയങ്ങൾക്ക് ശക്തി പകർന്നു. വിദേശ മാധ്യമങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഉദയ് ഹുസൈനുമായി ബന്ധപ്പെട്ടാണെങ്കിലും സദ്ദാം മകന് വലിയ ശിക്ഷയൊന്നും നൽകിയില്ല. ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ജയിൽ വാസം, പിന്നീട് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള നിർബന്ധിത നാടുകടത്തൽ. പക്ഷേ സ്വിറ്റ്സർലൻഡിലെ ഭരണാധികാരികൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഉദയ് ഹുസൈനെക്കുറിച്ചുള്ള പരാതികൾ. 1 മാസത്തിനുള്ളിൽ അവരയാളെ ഇറാഖിലേക്ക് തിരികെ അയച്ചു. ഇറാഖി സൈന്യം യുദ്ധസന്നദ്ധരായി കുവൈറ്റിന്റെ അതിർത്തി കടന്ന കാലത്ത് തന്നെ ഉദയ് ഹുസൈൻ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറാഖിലേക്ക് മടങ്ങിയെത്തി. തിരികെയെത്തിയ ഉദയ് ഹുസൈൻ ഇറാഖിലെ പാരാമിലിറ്ററി സംഘത്തിന്റെ തലവനായി ചുമതലയേറ്റു. ഇറാഖ് അപ്പോൾ പുതിയ ഒരു യുദ്ധമുഖത്തേക്ക് കടന്നിരുന്നു. ഏകപക്ഷീയമായി കുവൈറ്റ് പിടിച്ചെടുത്തപ്പോൾ സദ്ദാം ഹുസൈന്റെ ധാരണ പെട്ടെന്നൊന്നും തന്നെ നേരിടാൻ ആരും മുന്നോട്ട് വരില്ല എന്നായിരുന്നു. ഇറാഖിന്റെ അമേരിക്കൻ അംബാസഡർമാർക്ക് മുന്നിൽ തന്റെ ഭാഗം ബോധ്യപ്പെടുത്താൻ സദ്ദാം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ UN സെക്യൂരിറ്റി കൗൺസിലും അമേരിക്കയും സദ്ദാമിനോട് കുവൈറ്റിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. സദ്ദാം ആ ആവശ്യം നിരസിച്ചു. കുവൈറ്റ് ഇറാഖിന്റെ അവിഭാജ്യമായ ഒരു ഭൂഭാഗമാണെന്നും താനത് തിരിച്ചുപിടിച്ചിരിക്കുകയാണെന്നും സദ്ദാം ഹുസൈൻ അവകാശപ്പെട്ടു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സദ്ദാം ഹുസൈനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, സദ്ദാമിന്റെ കുവൈറ്റ് അധിനിവേശം അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഒട്ടും ഗുണകരമാകില്ല. ബുഷ് തന്റെ സുഹൃത്ത് രാജ്യങ്ങളോട് പറഞ്ഞു. കുവൈറ്റിന് ശേഷം സദ്ദാം ഹുസൈൻ ലക്ഷ്യം വയ്ക്കുക സൗദി അറേബ്യയായിരിക്കുമെന്ന് അവരനുമാനിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 40%-ത്തിലധികവും സദ്ദാം ഹുസൈന്റെ നിയന്ത്രണത്തിലാകും. അത് ലോകത്താകമാനം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇറാഖിനുമേൽ പെട്ടെന്നൊരു ബലപ്രയോഗം നടത്താൻ ബുഷ് ഭരണകൂടം തയ്യാറായില്ലെങ്കിലും അവർ കുവൈറ്റിന്റെ സൗദി അതിർത്തിയിൽ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തി തുടങ്ങി. UN-ൽ അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും സൗദിയിലേക്ക് അവരുടെ സൈനികരെ അയച്ചു. കുവൈറ്റിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും സൗദി അറേബ്യയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ സൈനിക വിന്യാസമെന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്കൻ സൈനികർ സൗദി അതിർത്തിയിൽ കൂടുതലായി എത്തിയതോടെ സദ്ദാം ഹുസൈൻ ഇറാഖി സൈനികരെയും കൂടുതലായി അതിർത്തിയിൽ വിന്യസിച്ചു തുടങ്ങി.
അമേരിക്കൻ സൈനിക വിന്യാസം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ സെപ്റ്റംബർ 3-ാം തീയതിയോടെ സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ സൈനിക നടപടിയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. ഇതോടെ സോവിയറ്റ് യൂണിയൻ ഇറാഖിനൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുമോ എന്ന ഭയം ഒഴിവായി. എന്നാൽ മറ്റൊരു പ്രശ്നം ഇതിനകം അമേരിക്കയെയും മറ്റുള്ള ലോകരാജ്യങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. 6 ലക്ഷത്തിലധികം വിദേശികൾ ഇനിയും കുവൈറ്റിൽ അവശേഷിക്കുന്നുണ്ട്. അവരിൽ 7000 പേരെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെ ഇപ്പോൾ ഇറാഖിന്റെ പ്രതിനിധികളായി എത്തിയ കുവൈറ്റിന്റെ പുതിയ ഭരണാധികാരികൾ തടഞ്ഞുവച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഇറാഖ് സൈന്യം ബന്ദികളാക്കിയിരുന്നു. പാശ്ചാത്യരായ ആളുകളെ തെരഞ്ഞുപിടിച്ച് തന്ത്രപ്രധാനമായ വ്യവസായ മേഖലകളിലും സൈനിക മേഖലകളിലും മനുഷ്യ കവചമായി നിർത്തിയിരിക്കുകയാണ്. കുവൈറ്റിലെ ഇറാഖ് ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും സൈനിക നീക്കമുണ്ടായാൽ ആദ്യം കൊല്ലപ്പെടുന്നത് അവരായിരിക്കുമെന്ന് സദ്ദാം മുന്നറിയിപ്പ് നൽകി. 1990 ഓഗസ്റ്റ് 28-നാണ് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ഇറാഖിന്റെ 19ാമത്തെ പ്രവിശ്യയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അന്ന് അപ്രതീക്ഷിതമായി അനുവദിച്ച ഒരു പ്രത്യേക ഇളവെന്ന നിലയിൽ സ്ത്രീകളെയും കുട്ടികളെയും അതാത് രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ സദ്ദാം അനുവദിച്ചു. ഭയപ്പാടോടെ കുവൈറ്റ് വിട്ടുപോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ അവിടെ നിന്നും പറന്നുയർന്നു. ഭൂരിഭാഗം വരുന്ന പുരുഷന്മാർ കുവൈറ്റിൽ തന്നെ അവശേഷിച്ചു. കുവൈറ്റും ഇറാഖും തമ്മിലുള്ള തർക്കവുമായി ഒരു ബന്ധവുമില്ലാത്ത ആ സാധുക്കളെ വിട്ടയക്കുന്നതാണ് മര്യാദയെന്ന് പല രാഷ്ട്രത്തലവന്മാരും സദ്ദാമിനോട് അഭ്യർത്ഥിച്ചു. ഏത് യുദ്ധനിയമം അനുസരിച്ചും അതാണ് ശരിയെന്ന് അവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ സദ്ദാം ഹുസൈനെ സമീപിച്ച ആളുകളിൽ പല മേഖലകളിലെയും പ്രമുഖർ ഉൾപ്പെടും. പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എഡ്വേർഡ് ഹെയ്ത്ത്, ലേബർ പാർട്ടി പ്രവർത്തകനായ ടോണി ബെൻ, അമേരിക്കയിലെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി, ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ യൂസഫ് ഇസ്ലാം തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രമാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ സദ്ദാം ഹുസൈനെ ഈ ആവശ്യവുമായി സമീപിച്ചു. ആ വർഷം ഡിസംബർ 6-ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ തികച്ചും നാടകീയമായി സദ്ദാം ഹുസൈന്റെ പുതിയ അറിയിപ്പ് വന്നു. തടവുകാരായി പിടികൂടിയ വിദേശികളെ നിരുപാധികം വിട്ടയക്കാനുള്ള തീരുമാനമായിരുന്നു അത്. യുദ്ധസന്ദർഭങ്ങളിൽ അന്യദേശക്കാരായ ആളുകളെ യുദ്ധത്തടവുകാരായി പിടികൂടരുത് എന്ന അന്താരാഷ്ട്ര നിബന്ധനയ്ക്ക് ഒടുവിൽ സദ്ദാം ഹുസൈൻ വഴങ്ങി. ദിവസങ്ങളായി കുവൈറ്റിലും ഇറാഖിലും കഴിയുന്ന അമേരിക്കയുടെയും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളുടെ വിശ്രമമില്ലാത്ത പരിശ്രമം ഒടുവിൽ ഫലം കണ്ടു. വിദേശ എംബസികൾ വളഞ്ഞിരുന്ന ഇറാഖി സൈനികർ അവിടെ അഭയം തേടിയിരുന്ന അതാത് രാജ്യക്കാരായ ആളുകളെ പുറത്തുവിട്ടു തുടങ്ങി. അവരെ സുരക്ഷിതമായി കുവൈറ്റിന് പുറത്തെത്തിക്കാനുള്ള ചുമതല എംബസി ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു. തടവുകാരായി കഴിഞ്ഞ വിദേശികളെല്ലാം പുറത്തു കടന്നു. എങ്കിലും പ്രശ്നം തുടരുകയാണ്. കുവൈറ്റ് ഇപ്പോഴും ഇറാഖിന്റെ അധീനതയിലാണ്. ആ രാജ്യക്കാരായ പൗരന്മാരും കുവൈറ്റിന്റെ ഭരണാധികാരികളും രാജകുടുംബാംഗങ്ങളും വിദേശത്ത് അഭയാർത്ഥികളായി കഴിയുന്നു. രാജ്യത്ത് അവശേഷിക്കുന്ന കുവൈറ്റ് ജനത സ്വന്തം നാട്ടിൽ ഭയന്ന് ജീവിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അവരെ വഞ്ചകർ എന്ന് മുദ്രകുത്തി സദ്ദാമിന്റെ സൈനികർ പിടികൂടാം. അവർ കൊള്ളയടിക്കപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. ഒരു രാത്രി പുലർന്നപ്പോഴേക്കും സ്വന്തം നാട്ടിൽ ആരുമല്ലാത്തവരായ ദുരവസ്ഥ. ഇറാഖിന്റെ സ്വന്തം സൈനികർ പോലും ആ രാജ്യത്ത് ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. ജനങ്ങളുടെ കാര്യം അതിനേക്കാൾ ദയനീയമാണ്. സദ്ദാമിന്റെ സൈന്യാധിപന്മാർ ക്രൂരതയ്ക്ക് പേരുകേട്ടവരാണ്. അവരെയെല്ലാം വെല്ലുന്ന ഒരാൾ സൈനികരെ ശിക്ഷിക്കാൻ വേണ്ടി സദ്ദാമിന്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. ഉദയ് ഹുസൈൻ കുവൈറ്റ് അതിർത്തിയിലെ യുദ്ധഭൂമിയിൽ നിന്നും
രക്ഷപ്പെടാനായി ഒളിച്ചോടുന്ന സൈനികരെ പിടികൂടി ശിക്ഷിക്കുകയായിരുന്നു ഉദയ് ഹുസൈന്റെ ഇക്കാലത്തെ വിനോദം. ഉദയ് ഹുസൈന്റെ ക്രൂരതകൾ എല്ലാ പരിധികളും ലംഘിക്കുന്നതാണെന്ന് സദ്ദാം ഹുസൈൻ അറിയാം. പക്ഷേ അത് തന്നെ നേരിട്ട് ബാധിക്കാത്തിടത്തോളം അതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് സദ്ദാമിന്റെ മനോഭാവം. ഉദയ് ഹുസൈനെക്കുറിച്ച് സദ്ദാമിന് മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പോലും അറിയാം. ഉദയ് ഹുസൈന്റെ അതിക്രമങ്ങൾക്ക് ഒരിക്കൽ ഹോസ്നി മുബാറക് സാക്ഷിയായിട്ടുണ്ട്. ഉദയ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്താണെന്ന് ഹോസ്നി മുബാറക് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അത് പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു ഉദയ് ഹുസൈന്റെ ഓരോ പ്രവർത്തനവും. സൈന്യത്തിൽ നിന്നും ഓടിപ്പോകുന്ന തടവുകാരെ ശിക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ഉദയ് തൃപ്തനായില്ല. അയാൾ ഷിയ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലുകൾ പതിവായി സന്ദർശിച്ചു തുടങ്ങി. അവിടെ തടവുകാരെ പാർപ്പിക്കുന്ന മുറികളിൽ കയറി അവരെ മാരകമായി പരിക്കേൽപ്പിച്ച് രസിക്കും. ഒരിക്കൽ അയാൾ തടവറയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ തലയിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് മാരകമായി മുറിവേൽപ്പിച്ചു. രക്തം വാർന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മൃതദേഹം മറ്റുള്ള തടവുകാർക്കൊപ്പം 1-2 ദിവസം ഇട്ടേക്കാൻ ഉദയ് നിർദ്ദേശിച്ചു. സഹതടവുകാർ ഇത് കണ്ട് ഭയക്കുമെന്നും പിന്നീടൊരിക്കലും അവർ തങ്ങൾക്കെതിരെ തിരിയില്ല എന്നുമാണ് അയാൾ പറഞ്ഞത്. ഇറാഖിലെ ജനങ്ങൾ ഉദയ് ഹുസൈനെ ഭയന്ന് അയാളുടെ കണ്ണിൽ പെടരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും തെരുവിലിറങ്ങുന്നത്. അതിൽ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ വ്യത്യാസമില്ല. കുടുംബാംഗങ്ങൾ പോലും പലപ്പോഴും ഉദയ് ഹുസൈന്റെ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരായി. ഒരിക്കൽ ഉദയ് ഹുസൈന്റെ വെടിയേറ്റ് അയാളുടെ അമ്മാവന്റെ ഒരു കാൽമുട്ട് തകർന്നു. പുതിയ പുതിയ പീഡനമുറകൾ മനസ്സിലാക്കാനായി ഉദയ് ഹുസൈൻ പലയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിലും സദ്ദാം ഹുസൈൻ ഉദയിന്റെ കാര്യത്തിൽ ഇടപെട്ടതേയില്ല.